ചെയ്തിട്ടുള്ള സിനിമകളിൽ ഈ ആർട്ട് ഡയറക്ഷൻ നിർവഹിച്ചിട്ടുള്ള സിനിമയിൽ ഒരു ഭയങ്കര ടഫായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എന്ന് തോന്നിയിട്ടുള്ളൊരു സെറ്റ് വർക്കൊക്കെ എന്തിൻ്റെ ആയിരുന്നു? കോംപ്ലിക്കേറ്റഡ് ആയിരുന്നില്ല. സാധാരണ ഇപ്പോൾ ഈ വേദം സിനിമക്ക് ഞാനൊരു എക്സാമ്പിൾ പറയാം. വേദം സിനിമ കണ്ടവർക്ക് അത് മലയാളത്തിലും ആ സിനിമ മൊഴിമാറ്റം ചെയ്ത് വരുന്നുണ്ട് തോന്നുന്നു. അല്ലു അർജുൻ്റെ സിനിമകൾ മലയാളത്തിലുണ്ട്. അത് കണ്ടാൽ മനസ്സിലാവും. അതിൽ ഒരു ബ്രോത്തൽ ഹൗസ് ഉണ്ട്. ആക്ച്വലി ആ ബ്രോത്തൽ ഹൗസ് കാണാൻ വേണ്ടി, അതായത് ബ്രോത്തൽ ഹൗസ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളും പോയി കണ്ടു. അപ്പോൾ ഇവിടെയും ആ ബ്രോത്തൽ ഹൗസ് എവിടെ സെറ്റ് ഇടണം, അതോ ഏതിനെങ്കിലും മോഡിഫൈ ചെയ്താൽ മതിയോ എന്നുള്ള ഒരു ചർച്ചയും കൂടി പ്രൊഡ്യൂസർ സൈഡിലുണ്ടായി. കാരണം അത് മുഴുവനായിട്ട് അതിൽ സോങ് ഉണ്ട്, പലതും സീനുകളുണ്ട്, അപ്പോൾ ഒരു വലിയൊരു സെറ്റിൻ്റെ ആവശ്യമുണ്ട്. ഏകദേശം ഒരു 60 ലക്ഷം രൂപയുടെ ഒരു സെറ്റായിട്ട് വരും അത്. ആ സെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചിട്ട് ആ ഒരു ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ലൊക്കേഷൻ ഹണ്ട് നമ്മൾ പോയപ്പോൾ ഫിലിം സിറ്റിയിൽ ഞാനൊരു സെറ്റ് ചെയ്തത്. അത് ആ സെറ്റ് അവിടെ ഉണ്ടായ ഒരു പഴയ വീടിനെ മോഡിഫൈ ചെയ്തിട്ട് ഒരു സെറ്റ് ചെയ്തത്. അത് ഡിഫിക്കൽട്ട് എന്നുള്ളതല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആന്ധ്രാപ്രദേശിൽ ഒരു പ്രത്യേക ഒരു സ്ഥലത്തിൽ ഈ വേശ്യാവൃത്തി വളരെ പണ്ട് മുതലേ നടക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെയുള്ള വീടുകളുടെ ഷേപ്പും കാര്യങ്ങളും നമ്മുടെ നാലുകെട്ട് പോലെയുള്ള ഒരു രീതിയും അങ്ങനെയൊക്കെയുള്ളൊരു ഫോർമേഷനാണ്. അപ്പോൾ അത് പഠിച്ച് ചെയ്താൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ചിട്ടും ഇവരുടെ ഈ റൂമും കാര്യങ്ങളൊക്കെ ഇതിൽ പലപ്പോഴും കണ്ണാടികൾ മുകളിൽ നമ്മുടെ ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ അവർ മാക്സിമം എൻ്റർടൈൻമെൻറ്റ് പാർട്സ് വേണമെന്ന് വെച്ചാൽ അതൊക്കെ രീതിയിലാണ് അവരുടെ സെറ്റപ്പൊക്കെ. അത് വളരെ റിച്ചായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ ഡയറക്ടറോട് പറഞ്ഞ് ആ സ്ഥലത്ത് പോയി ആ സ്ഥലം കണ്ടു വന്നതിന് ശേഷമാണ് ആ സെറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ആ സെറ്റ് ആ സിനിമയിലും വളരെ നന്നായിട്ട് അതിൻ്റെ കളറ്, നിറവും അതിൻ്റെ മൂഡും അവിടെ മാക്സിമം ഉപയോഗിച്ചതൊക്കെ പലരും അപ്രീഷിയേറ്റ് ചെയ്ത് കണ്ടപ്പോൾ എനിക്കൊരു ഒരു സന്തോഷം തോന്നി. ഞാൻ വിശ്വസിക്കുന്ന ഒരു ഡയറക്ടറുടെ റൈറ്റും ലെഫ്റ്റും കൈകളാണ് ക്യാമറാമാനും ആർട്ട് ഡയറക്ടറും. ഇപ്പം എനിക്ക് ഇത് രണ്ടും ഇല്ലാതെ ഇത് രണ്ടും ബെസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ കാര്യം പ്രശ്നത്തിലാവും. അതുപോലെ ആർട്ട് ഡയറക്ടർക്കും ക്യാമറാമാനും ഡയറക്ടറും റൈറ്റും ലെഫ്റ്റും വേണ്ട ആൾക്കാരാണ്. ഏത് തരം സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യാനാണ് താല്പര്യം? എല്ലാ സംവിധായകന്മാരുടെയും, പ്രത്യേകിച്ചിട്ടും കുറച്ച് ക്രിയേറ്റീവായ സംവിധായകന്മാരോട് വർക്ക് ചെയ്യുമ്പോൾ കുറേയും കൂടി നമുക്ക് കിട്ടുന്ന ഫ്രീഡം, അവരുടെ അംഗീകാരം, ഇത് രണ്ടും നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഒരു അംഗീകാരമുണ്ട്. അത് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന പോലെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അത് ചെയ്തത് നന്നായി എന്ന് പറയുന്നത് വളരെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഈ അടുത്ത കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്, ഞാൻ ചെയ്ത ഒരു 10, 12, 13 സിനിമകളിലും മാക്സിമം ഞാൻ ചെയ്തിട്ടുള്ളത് പുതിയ ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ എനിക്ക് വളരെ താല്പര്യമാണ്. കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും ഒന്നാമത് വെച്ചാൽ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. അതിൻ്റെ രണ്ടാമത് പുതിയ തോട്ടുകൾ, ഒരു ക്ലീഷേ അല്ലാത്ത പല സംഭവങ്ങളും പുതിയ ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോഴാണ് പലപ്പോഴും കിട്ടുന്നത്. ഏറ്റവും ഹ്യൂജ് ആയിട്ടുള്ളൊരു സെറ്റ് വർക്ക് ചെയ്ത സിനിമയിലായിരിക്കും മസ്ക സിനിമ, വാന. വലിയ സെറ്റുകളിലൊക്കെ ഏതാണ്ട് എത്ര ആളുകൾ, എത്ര മോൾഡേഴ്സ്? 100-300 പേര് വർക്ക് ചെയ്യാനുണ്ടാവുമല്ലോ. എല്ലാം കൂടിയിട്ട് മിനിമം 200 പേര് എന്തായാലും ഉണ്ടാവും. കാർപ്പൻറ്റേഴ്സും മോൾഡേഴ്സും ഡിഫറെൻറ്റ് സെക്ഷനിലുള്ള ആൾക്കാരൊക്കെ. ഈ മലയാളിയാണ് അല്ലെങ്കിൽ തെലുങ്കനല്ല എന്നുള്ളത് ഒരു ഇഷ്യൂ ആയിട്ട് എപ്പോഴെങ്കിലും വർക്കിംഗ് സ്പേസിൽ ഉണ്ടായിട്ടുണ്ട്? ഇല്ല, ഇത് ഇത്രയേ ഉള്ളൂ. അതൊരു കോമൺ സെൻസ് മാത്രമാണ്. നമ്മുടെ ഇപ്പോൾ ഒരു മലയാളി സെൻസിബിലിറ്റി, പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള, എനിക്ക് ഒരുപാട് ചെറുപ്പം മുതലേ നാട് വിട്ടിട്ട് ഇങ്ങനെ ചുറ്റി നടന്നതുകൊണ്ട് നമുക്ക് വേണ്ടി നേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ തെലുങ്കിൽ ഞാനിപ്പോൾ മലയാളം പോലെ ചെയ്താൽ ശരിയാവില്ല. മലയാളത്തിൽ വെക്കുന്ന ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ വെക്കാൻ പറ്റില്ലല്ലോ ഒരു തെലുങ്ക് സിനിമ ചെയ്യുമ്പോൾ. ആ ഒരു കോമൺ സെൻസ് ഒരു ആർട്ട് ഡയറക്ടർക്ക് എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ നേറ്റിവിറ്റിനെ സ്റ്റഡി ചെയ്യണം. അത് ഏതൊരു ഡയറക്ടർക്കും അല്ലെങ്കിൽ വേറെ ഏതൊരു ടെക്നീഷ്യനോ ആവശ്യമുള്ള പോലെ എനിക്കൊന്ന് കൂടുതൽ ഡയറക്ടറും ആർട്ട് ഡയറക്ടറുമാണ് ഈ സ്റ്റഡി കൂടുതലായിട്ട് വേണ്ടി വരിക, ക്യാമറാമാനേക്കാളും കൂടുതൽ. കുടുംബത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. കല്യാണം കഴിച്ചത് ബംഗാളിൽ നിന്നാണെന്ന് അറിഞ്ഞു. എൻ്റെ ഭാര്യ മലയാളിയെ പോലുള്ളൊരു ബംഗാളി സ്ത്രീയാണ്. ബംഗാളിൽ നിന്നാണ്. പേരെന്താണ്? സുമന. ഒരേ ഒരു മകളേ ഉള്ളൂ, ദേവാംശി. പ്രീ പ്രൈമറിയിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയാണ്. ഒരു ചെറിയ കുടുംബം, അതുപോലെ ചെറിയ സിനിമകൾ ചെയ്ത് ചെറിയ സ്വപ്നങ്ങളോടുകൂടി. പാരൻസ് ഇപ്പോഴും കേരളത്തിലുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അച്ഛൻ. വളരെ വീട്ടമ്മയായ ഒരു നല്ലൊരു അമ്മയും. ചെയ്യാൻ പോകുന്ന സിനിമകൾ നല്ല ഓഫറുകൾ, പല ഓഫറുകളുണ്ട്. അതിൽ ഞാൻ മനസ്സിൽ വിചാരിച്ചതും ഇപ്പം ഒക്കെ നിൽക്കുന്ന നല്ല പ്രൊജക്റ്റുകൾ, വളരെ പ്രശസ്തമായ ബാനറിൻ്റെ പ്രശസ്തരായ 2 ഡയറക്ടർമാരുടെ, ഒന്ന് തേജ, വളരെ പ്രശസ്തമായ തെലുങ്ക് സംവിധായകൻ്റെ ഒരു സിനിമയാണ് അടുത്തത് ഉടനെ ചെയ്യാൻ പോകുന്നത്. മറ്റൊരു സിനിമ വളരെ പ്രശസ്തനായ തമിഴ് സംവിധായകൻ
തെലുങ്കിൽ ചെയ്യുന്ന ഒരു സിനിമയും കൂടി വർക്ക് അതിൻ്റെ ഗ്രൗണ്ട് വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കണം. വരുന്ന വർഷങ്ങളിൽ കൂടുതൽ വലിയ സിനിമകളും നല്ല സിനിമകളും ദേശീയ അംഗീകാരം വരെ കിട്ടുന്ന സിനിമകളും അത് കഴിഞ്ഞ് സംവിധായകനാവാനും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല നല്ല അവസരങ്ങളുണ്ടാവട്ടെ. ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ കഴിയുന്നതാണ് യഥാർത്ഥ വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇഷ്ടമുള്ള കാര്യത്തിൽ ആഴ്ന്ന് ജീവിതം മുന്നോട്ട് പോകാൻ ജഗദീശനാണ്.